ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. വിഷമത്തോടെ ഇരിക്കുകയാണ് എല്ലാവരും. അല്ല ഭാമേ, വീട് നോക്കാൻ ആരോ വരുന്നുണ്ടെന്ന് പറഞ്ഞു, കണ്ടില്ലല്ലോ എന്ന് രാഘവൻ നായർ പറയുമ്പോൾ ഭാമ പറയുകയാണ്, അവര് ഇപ്പോൾ എത്തുമെന്നാ പറഞ്ഞത്. അല്ല ഭാമേ, എത്രയാ നീ പറഞ്ഞിരിക്കുന്നത്? 5 കോടിയുടെ മുകളിൽ ആര് വില പറഞ്ഞാലും ഞാൻ കൊടുക്കുമെന്ന് ഭാമ പറയുമ്പോൾ രാഘവൻ ചോദിക്കുകയാണ്, അതെന്താ ഭാമേ, അത്രയും വിലയുള്ളോ ഈ വീടിന്? രാഘവേട്ട, ഇപ്പോൾ എനിക്കെൻ്റെ അഭിമാനമാണ് പ്രശ്നം, അല്ലാതെ പണത്തിന്റെ കണക്കൊന്നും ഞാനിപ്പോൾ നോക്കുന്നില്ല. 50 പെൺകുട്ടികളുടെ വിവാഹമാണ് നടക്കാൻ പോകുന്നത്. ഞാൻ കാരണം അവരുടെ മംഗല്യഭാഗ്യം ഇല്ലാതാകരുത്, അത്രമാത്രം. അതേസമയം വിഷ്ണു അങ്ങോട്ടേക്ക് വരികയാണ്. അമ്മേ, വിഷ്ണുവേട്ടൻ എന്ന് പ്രീതി പറയുമ്പോൾ വിഷ്ണു അകത്തേക്ക് കയറുന്നു. തുടർന്ന് വിഷ്ണു ഭാമയ്ക്ക് നേരെ ആധാരം വെച്ച് നീട്ടുമ്പോൾ ഭാമ പറയുകയാണ്, ആധാരം വെച്ച് പണം തരുന്ന ഏർപ്പാടൊക്കെ സത്യഭാമ നിർത്തി. ഇപ്പോൾ സത്യഭാമ പാപ്പരാണ്. സത്യഭാമയുടെ കയ്യിൽ പണമൊന്നുമില്ല. സത്യഭാമ താമസിക്കുന്ന വീട് പോലും വിൽക്കാൻ പോവുകയാണ്. ഇത് കേൾക്കുന്ന വിഷ്ണു പറയുകയാണ്, എന്താണെങ്കിലും ഈ ആധാരം കയ്യിൽ വെച്ചോ, വേണമെങ്കിൽ പോയി താമസിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടും. ഇത് കേൾക്കുന്ന ഭാമ അത് പിള്ളച്ചേട്ടനെ കൊടുക്കുമ്പോൾ പിള്ളച്ചേട്ടൻ പറയുകയാണ്, ഇത് ആൻ്റപ്പൻ്റെ വീടിൻ്റെ ആധാരമാണല്ലോ. അതെ, 5 കോടി രൂപ. അതാണ് ഈ ആധാരത്തിന് ഞാൻ ഇട്ടിരിക്കുന്ന വില. ഇത് അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങാനായിട്ട് ഇവിടെ ആരും വരില്ല. പണം തന്ന് തിരികെ വാങ്ങാൻ ആൾ വന്നാൽ ആധാരം തിരികെ കൊടുക്കണം, അത്രമാത്രം. എന്തിനും ഏതിനും കാവലായിട്ട് വിഷ്ണു ഈ വീടിന്റെ പുറത്ത് തന്നെ ഉണ്ടാകും. ഇത് കേൾക്കുന്ന ഭാമ കണ്ണീരോടെ വിഷ്ണുവിനെ നോക്കുകയാണ്. വിഷ്ണുവിനെ ഇറക്കിവിട്ട കാര്യമൊക്കെ ഭാമ ഓർക്കുന്നു. തുടർന്ന് വിഷ്ണു പോവുകയാണെന്ന് പറയുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, മോനെ, ഇത്തിരി നേരം ഇവിടെ നിന്നിട്ട്. വേണ്ടച്ചാ, എനിക്കവിടെ തട്ടുകടയിൽ ജോലിയുണ്ട്, എനിക്ക് പോകണം. അങ്ങനെ വിഷ്ണു രാഘവൻ നായരോടും പ്രീതിയോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങുന്നു. അതേസമയം സത്യഭാമയുടെ വീട്ടിലേക്ക് ആൻ്റപ്പൻ വരികയാണ്. സത്യാമ്മേ, സത്യാമ്മ എന്നോട് ക്ഷമിക്കണം. സത്യാമ്മ തന്ന പണം മുഴുവൻ ഈ ബാഗിൻ്റെ അകത്തുണ്ട്, 5 കോടി. എന്നോടൊന്നും ചോദിക്കരുത്. ഞാൻ ചെയ്തതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഈ പൈസ അങ്ങോട്ടേക്ക് എടുത്തിട്ട് എൻ്റെ ആധാരം എനിക്ക് തിരികെ തരണം. ഞാൻ നിങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് ഇനിയും പണം വേണമെങ്കിൽ തരാം. പക്ഷേ വിഷ്ണുവിനെ മാത്രം അങ്ങോട്ടേക്ക് അയക്കരുതെന്ന് കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ് ആൻ്റപ്പൻ. തുടർന്ന് രാഘവൻ നായരോടും സത്യഭാമയോടും ഒന്നുകൂടി ആൻ്റപ്പൻ ക്ഷമ ചോദിക്കുമ്പോൾ ആധാരം നൽകി ആൻ്റപ്പനെ പറഞ്ഞു വിടുകയാണ് ഭാമ. തുടർന്ന് ആൻ്റപ്പൻ പോയതിനു ശേഷം രാഘവൻ നായർ പറയുകയാണ്, ഭാമേ, കളഞ്ഞു പോയത് കല്ലല്ല മാണിക്യമാണെന്ന് നിനക്ക് ഇപ്പോഴെങ്കിലും ബോധ്യം വന്നോ? ഇത് കേൾക്കുന്ന ഭാമ ഒന്നും പറയാതെ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിന്റെ വീടാണ്. പാറക്കുട്ടിയെ കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകിയിരിക്കുകയാണ് ശാലിനി. അതേസമയം ഇതിൻ്റെ അകത്ത് എല്ലാം ഉണ്ടോ എന്ന് നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വിഷ്ണു വരികയാണ്. വിഷ്ണുവേട്ടാ, എനിക്കൊന്നിനും വയ്യെന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, തൻ്റെ എത്ര നാളത്തെ ആഗ്രഹമാണെന്നറിയാമോ നാളെ നടക്കാൻ പോകുന്നത്? താൻ എന്താണെങ്കിലും നാളെ പരീക്ഷ എഴുതാൻ പോകണം. എന്നെ കൊണ്ടാകില്ലെന്ന് ശാലിനി പറയുന്നുണ്ടെങ്കിലും വിഷ്ണു നിർബന്ധം പറയുമ്പോൾ ശാലിനി ശ്രമിക്കാമെന്ന് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടാണ്. മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് ശാരദാമ്മ പറയുകയാണ്, ഈ ശ്യാമയോട് ഒരു കാര്യം പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. കണ്ടില്ലേ, വാതിലൊക്കെ തുറന്നിട്ട് പോയിരിക്കുന്നത്. അത്രയും പറഞ്ഞ് ശാരദാമ്മ കഥ കടച്ച് അകത്തേക്ക് ചെല്ലുകയാണ്. ശ്യാമയോട് കഥ കടക്കാഞ്ഞത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അടച്ചതാണല്ലോ എന്ന് ശ്യാമ പറയുന്നു. ഇനി വല്യേച്ചി വല്ലോം എന്ന് പറഞ്ഞ് ശ്യാമ ചെന്ന് ശാരികയുടെ മുറി നോക്കുമ്പോൾ അവിടെ ശാരിക ഉണ്ടായിരുന്നില്ല. അമ്മേ, വല്യേച്ചിയെ കാണുന്നില്ലെന്ന് ശ്യാമ പറയുമ്പോൾ ശ്യാമയും ശാരദാമ്മയും കൂടി കഥക് തുറന്ന് ശാരികയും തിരക്കി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.